ജയസൂര്യ നായകനാകുന്ന കത്തനാർ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് റോജിൻ തോമസ് എന്ന് പറയുന്ന സംവിധായകനാണ്. അദ്ദേഹം ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത സിനിമ ഹോം എന്ന് പറയുന്ന ചിത്രമാണ്. ഒരു പക്ക ഫീൽ ഗുഡ് പടമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രെയിലറിലേക്ക് വരാം. ഒരു കിടില ഹോളിവുഡ് ലെവൽ സംഭവമാണ് ഇതിൻ്റെ ഒരു സംവിധായകൻ റോജിൻ തോമസ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ജയസൂര്യയുടെ ഒക്കെ ഒരു പീക്ക് ടൈമാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ആടുത്രിയൊക്കെ ആണെങ്കിൽ 100 കോടി ക്ലിപ്പിൽ കയറി പീക്ക് ലെവലിലാണ് പുള്ളി നിൽക്കുന്നത്. ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് അവർ ഈ ഒരു ട്രെയിലർ ഇറക്കി വിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലൊക്കെ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയൊരു ചിത്രമായിരിക്കും ഈ ഒരു കത്തനാർ എന്നുള്ള സിനിമ എന്നുള്ള കാര്യം ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള ഒരു വലിപ്പം വലിയൊരു ബഡ്ജറ്റിലുള്ള ഒരു സിനിമയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വിക്കിപീഡിയയിലൊക്കെ ഏകദേശം 90 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് കാണിക്കുന്നത്. പിന്നെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ജയസൂര്യ, പിന്നെ അനുഷ്ക ഷെട്ടിയാണ് നായികയായിട്ട് വരുന്നത്. നമ്മുടെ തമിഴിൽ നിന്ന് പ്രഭുദേവയുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ റോളിൽ വരുന്നതെന്നും പറയുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുള്ളതാണ്. എന്തായാലും ജയസൂര്യയുടെ ഒരു വൻ അഴിഞ്ഞാട്ടമായിരിക്കും. ആടുതിറിക്ക് ശേഷമുള്ളൊരു പക്ക പരിപാടിയായിരിക്കും ഈ സിനിമ എന്നുള്ളത് ട്രെയിലറിൽ നമുക്ക് വ്യക്തമാണ്. മ്യൂസിക് ആണെങ്കിലും ആ ഒരു സിനിമയെ കാണാൻ വേണ്ടിയുള്ളൊരു താല്പര്യമാണെങ്കിലും ഈ ഒരു ട്രെയിലർ കൂടെ നമുക്ക് കണ്ടിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പടം കാണാൻ വേണ്ടിയുള്ളൊരു ത്വര നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും ഒരു സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.